ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനൊപ്പം ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനപരമായി എങ്ങനെ ജീവിക്കാം? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. 131 സങ്കീർത്തനമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്നത്. യഹോവേ, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലെന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാകുന്നു. ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദാവീദ് 131 സങ്കീർത്തനം തന്റെ ഒരു ആരോഹണ ഗീതമായി ഇവിടെ കാണിക്കുന്നു. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനം വളരെ ചെറിയ സങ്കീർത്തനങ്ങളിൽ ഒരു സങ്കീർത്തനം എന്നതുപോലെ നമുക്ക് തോന്നുമെങ്കിലും അതിലെ ആശയ സമ്പുഷ്ടി കൊണ്ട്, അതിലെ വാക്യങ്ങൾ കൊണ്ട് വളരെ വിശാലമായ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ നൽകുവാൻ കഴിയുന്ന ഒരു വാക്യമാണ്, ഒരു സങ്കീർത്തനമാണ് 131 സങ്കീർത്തനം. ദാവീദ് ഒരു ദൈവ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനൊപ്പം ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനപരമായി എങ്ങനെ ജീവിക്കാം എന്ന് ദാവീദ് നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നതായിട്ടാണ് ഈ 131 സങ്കീർത്തനത്തെ നാം മനസ്സിലാക്കേണ്ടത്. അവിടെ തന്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന അല്ലെങ്കിൽ താൻ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മോട് ദാവീദ് പറയുന്നു. ഒന്നാമത് ദാവീദ് പറയുന്നത്, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. മനുഷ്യനാണ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഗർവം, അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദാവീദ് പറയേ, എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയത്തിൽ ഞാൻ ഗർവം കൊണ്ടു നടക്കുന്നില്ല. രണ്ടാമത് പറയുന്നു, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി, മറ്റുള്ളവരെക്കാൾ ഞാൻ എന്തോ ആണെന്ന് ഭാവിച്ച് ഞാൻ നടക്കുന്നില്ല. എന്റെ ഉള്ളിൽ നിഗള മനോഭാവം കടന്നു വന്നിട്ടില്ല. ഞാൻ അങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത്. മൂന്നാമത് പറയുകയാണ്, ഞാൻ വൻകാര്യങ്ങളിൽ ഇടപെടുന്നില്ല. എന്റെ മനസ്സ് സാധാരണ അവസ്ഥയിൽ തന്നെയാണ്. എന്റെ മനസ്സിൽ ഞാൻ വേറൊന്നും വലിയ കാര്യങ്ങളായി ഒന്നിനെയും കൊണ്ടു നടക്കുന്നില്ല. ഞാൻ എന്റെ മനസ്സിനെ സ്വസ്ഥമാക്കി തന്നെ വെക്കുകയാണ്. ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കി വെക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ദാവീദ് നമ്മോട് പറയുന്നു. അത് കഴിഞ്ഞ് പറയാം, എനിക്ക് അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. എനിക്ക് എത്താത്ത അത്ഭുത വിഷയങ്ങളിൽ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. പണ്ട് ഞാൻ കാട്ടിലായിരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ആവശ്യമില്ലാത്ത വലിയ കാര്യങ്ങളിൽ, അത്ഭുത വിഷയങ്ങളിൽ ഒന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിനെ, എൻ്റെ ജീവിതത്തെ സാധാരണ നിലയിൽ ആക്കി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് ദാവീദ് പറയുകയാണ്. എങ്ങനെ ഒരു മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും? അതിന്റെ ബേസിക്കായ, അടിസ്ഥാനപരമായി ദാവീദ് തന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ചില സമയത്ത് നമുക്ക് ഗർവിക്കാൻ നമ്മുടെ മനസ്സ് ഉണ്ടാവും. നിഗള മനോഭാവം ചിലപ്പോൾ സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ സ്വസ്ഥതയെ, സമാധാനത്തെ കെടുത്തിക്കളയുവാൻ സാധ്യതയുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നില്ല. എങ്ങനെ? അതാണ് അതിന് അടുത്ത വാക്യത്തിൽ പറയുന്നത്, തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. പല സമയത്തും പ്രതികരിക്കുവാൻ മനസ്സുകൊണ്ട് വെമ്പൽ കൊണ്ടെന്ന് പറഞ്ഞാലും, ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് പ്രതികരിച്ചേ മതിയാകൂ എന്ന് തോന്നിയാലും എൻ്റെ മനസ്സിനെ ഞാൻ പക്വതയോടെ ശാന്തപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതികരിക്കാൻ തോന്നുമ്പോഴും ആവശ്യമില്ലാതെ പ്രതികരിക്കാതെ ശാന്തതയോടെ ജീവിക്കുവാൻ ഞാൻ ഇന്ന് പഠിച്ചു എന്ന് ദാവീദ് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കടന്നു വരാം. പ്രതികരിക്കാൻ നമ്മുടെ മനസ്സിലും ഒരു ആഗ്രഹം, ആവശ്യമില്ലാതെ പ്രതികരിക്കുവാൻ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ നമ്മുടെ നിഗള മനോഭാവത്താൽ മറ്റുള്ളവരെ എല്ലാം കുഞ്ഞാക്കി, ചില ചെറുതായി കാണാൻ ചിലപ്പോൾ നമ്മുടെ മനോഭാവം മാറിയെന്ന് വന്നേക്കാം. അതൊന്നും സമാധാന ജീവിതത്തിന് ഉതകുന്നതല്ല എന്ന് ദാവീദ് നമ്മോട് മനസ്സിലാക്കി തരികയാണ്. എത്ര മനോഹരമായിട്ടാണ് ദാവീദ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ദാവീദ് പറയുക, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എങ്ങനെയാണോ സ്വസ്ഥമായിരിക്കുന്നത്, അതേപോലെ സ്വസ്ഥമായി ഞാൻ ഇരിക്കുന്നു. തന്റെ അമ്മയുടെ അടുക്കൽ ഇരിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവന്റെ ചുറ്റും നടക്കുന്ന ഒന്നിനെ കുറിച്ചും അവൻ ചിന്തിക്കുന്നില്ല. അവന്റെ ചുറ്റും നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും അവൻ അതിലൊന്നും ഇടപെടുന്നതേയില്ല. തന്റെ അമ്മയുടെ അടുക്കൽ അവൻ ഏറ്റവും സുരക്ഷിതമായി സ്വസ്ഥമായി ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ സ്വസ്ഥതയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ഉള്ളിൽ നിന്ന് ദാവീദ് പറഞ്ഞ പോലെ നിഗളം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഗർവം ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് എത്താത്ത വൻകാര്യങ്ങളിൽ നാം ഇടപെടാതിരിക്കട്ടെ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നാം ആവശ്യമില്ലാതെ തലയിടാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് ഒരു ദൈവം നൽകുന്ന ഒരു സ്വസ്ഥത അനുഭവിക്കാൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രായോഗികമായി നമുക്ക് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദാവീദ് അവസാന വാക്യത്തിൽ പറയുക, ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ഈ സ്വസ്ഥത തരാൻ, ഈ സ്വസ്ഥത നമുക്ക് നൽകി തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ കയ്യിൽ നാം താണിരിക്കുക, നമ്മളെ തന്നെ അവന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഈ സ്വസ്ഥത, ഈ സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.